നൂറ്റാണ്ടുകളുടെ ചരിത്രവും പഴക്കമുള്ള ഒരു തിരുനാളിൽ നമ്മൾ ഇന്ന് പങ്കെടുക്കുകയാണ്. ഓശാന ഞായർ എന്നറിയപ്പെടുന്ന ഹോസാന തിരുനാൾ. ഓശാന എന്നത് ഹോസാന എന്ന ഹീബ്രു പദത്തിൽ നിന്നും വരുന്നു. അതിൻ്റെ അർത്ഥം നാഥ ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ്. നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് അഭ്യർത്ഥിക്കുന്ന അനേകായിരം ആളുകളോടുകൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് തൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിനായി നടന്നെടുക്കുന്ന കർത്താവിനെ ഓശാന തിരുനാളിൽ നമുക്ക് കാണാൻ സാധിക്കും. താൻ ആരാണെന്ന് ഈ ലോകമറിയണം, രക്ഷകനായി സ്വീകരിച്ച് എല്ലാവരും പിതാവായ ദൈവത്തിലേക്ക് ആനയിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവിടുന്ന് ഈ തീർത്ഥാടനം നടത്തുന്നത്. 4 കാര്യങ്ങൾ ഓശാന സംഭവത്തിൽ. ഒന്നാമത്തെ കാര്യം പാസ്വേഡാണ്. നാഥന് ആവശ്യമുണ്ട്. കഴുതയുടെ യജമാനൻ കഴുതയെ വിട്ടുകൊടുത്ത പോലെ സിഹ്യോൻ മാളികയിലെ മുറി കർത്താവിന് വിട്ടുകൊടുത്ത പോലെ പരിശുദ്ധ കന്യാമറിയം അവളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച പോലെ എന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ദൈവം നമ്മോട് ചോദിക്കുന്നത് മടി കൂടാതെ അവന് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം ശൂന്യവൽക്കരണമാണ്. ശൂന്യവൽക്കരണത്തിൻ്റെ അടയാളമാണ് കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന രാജാവ്. നമ്മുടെ ജീവിതത്തിൽ എളിമയുടെ മേഖലയിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എല്ലാം ദൈവത്തിനുള്ളതും ദൈവത്തിൻ്റേതുമാണ്. എല്ലാം ദാനമായി ലഭിച്ചിട്ട് ദാനമല്ല എന്ന രീതിയിൽ അഹങ്കരിക്കുന്നത് എന്തിനാണ്? നാലാമത്തെ കാര്യം ശരീരത്തിന് ഒരു ആത്മീയതയുണ്ട്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ചാട്ടവാറെടുത്ത് അവൻ അവിടെ വ്യാപാരം ചെയ്യുന്ന ആളുകളെ പുറത്താക്കുന്നുണ്ട്. ശരീരത്തിലെ വ്യാപാരങ്ങൾ ചെയ്യുന്നവരെ പുറത്താക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലെ ഒരു പ്രസിദ്ധ പത്രാധിപ സമിതി ലോക സമാധാനത്തിനും ഉതകുന്ന പദ്ധതി ആവശ്യപ്പെട്ട് ഒരു പരസ്യം നൽകി. ആളും അർത്ഥവും ആവശ്യമുള്ള ധാരാളം പദ്ധതി വിവരങ്ങൾ ഓഫീസിലേക്ക് എത്തി. അവയിൽ ഒരെണ്ണം കൂടുതൽ ശ്രദ്ധേയമായിരുന്നു. 3 വാക്കുകൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിപ്രകാരമായിരുന്നു: ട്രൈ ജീസസ് ക്രൈസ്റ്റ് സ്കീം. യേശുക്രിസ്തുവിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക, അപ്പോൾ സമാധാനമുണ്ടാകും. നാം ധാരാളം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഒരു കാര്യം ചിന്തിക്കേണ്ട സമയമാണ്: യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് ക്ഷണിച്ചിട്ടുണ്ടോ? ആരും കയറാത്ത കഴുതക്കുട്ടിയെയാണ് കർത്താവ് തൻ്റെ സഞ്ചാരത്തിനായി തിരഞ്ഞെടുത്തത്. നമ്മുടെ കുടുംബത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ യോഗ്യതയില്ലാത്ത വ്യക്തിയോ വസ്തുവോ കടന്നുകൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവയെ പുറത്താക്കി കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കാം. പരിശോധിച്ച് കണ്ടെത്തി നമ്മളും നമ്മുടെ സമൂഹവും ക്രിസ്തു കേന്ദ്രീകൃതമായി മാറുക. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു. ദാവീദിൻ്റെ പുത്രനെ ഹോസാന. ആമേൻ.